മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന ഞങ്ങൾക്ക് അങ്ങോട്ട് വയ്ക്കാനുള്ളത്. ഇപ്പോൾ നൂറുദ്ദീൻ ഞങ്ങളെ വിളിച്ചിരുന്നു, ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും റിപ്പോർട്ടറോട് ആവശ്യപ്പെട്ടതാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരിടം. അതായത് ഈ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അവിടെ കുടുങ്ങിയ 40ഓളം വീടുകളിലെ ആളുകൾക്കുമായി കുറച്ച് ഭക്ഷണവും വെള്ളവും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ അവർക്ക് ഇന്നലെ ഭക്ഷണം ആവശ്യത്തിന് എത്തിയില്ല എന്നാണ് നൂറുദ്ദീൻ പറഞ്ഞത്. വാർഡ് മെമ്പറാണ്, താങ്കൾക്കറിയാം നൂറുദ്ദീനെ. നമുക്ക് ഇന്ന് അവിടേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു സപ്ലൈ മുടങ്ങരുത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അതിനുള്ള സംവിധാനം, കാര്യം നമുക്ക് താഴെ ധാരാളം ഭക്ഷണമുണ്ട്, അറിയാം. അവിടേക്ക് എത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബെയിലിപ്പാലം പൂർത്തിയാവുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കും. പക്ഷേ അതിന് മുമ്പ് പ്രഭാത ഭക്ഷണം അടക്കം അവർക്ക് നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നൊരു അഭ്യർത്ഥന ആദ്യമേ വയ്ക്കുന്നു. ഇനി അങ്ങേക്ക് പ്ലാൻ ഓഫ് ആക്ഷനും വിശദീകരിക്കാം. ഡോക്ടർ അരുൺ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല അരുൺ, ഓരോ നിർദ്ദേശങ്ങളായി ലഭ്യമാകുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. മിനിറ്റുകൾക്കകം എന്റെ ധാരണ അത് പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ അരുണുമായി ബന്ധപ്പെട്ട ആളുകളെയും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണം എത്തിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ബെയിലിപ്പാലമൊന്നും അതിനൊരു തടസ്സമല്ല. ഞാൻ നൂറുദ്ദീനെ ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ ഈ സംസാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ നൂറുദ്ദീനെ വിളിക്കാം. എവിടെയാണോ ആ പോയിന്റ് അവിടെ പറഞ്ഞ നേരത്തിനുള്ളിൽ ഭക്ഷണം എത്തിക്കാവുന്ന വിധത്തിൽ ഏത് സംവിധാനത്തിൽ ഉപയോഗിച്ചാണെങ്കിലും നമുക്കത് ചെയ്യാം. ഇന്നലെയും ഭക്ഷണം ധാരാളമായിട്ട് എത്തിച്ചിരുന്നു. ഭക്ഷണ കാര്യത്തിലൊരു പ്രയാസമില്ല. പക്ഷെ ഈ പോയിന്റുകൾ, ആളുകളുടെ ഇൻഫോർമേഷൻ കിട്ടുന്നതിന്റെ പ്രശ്നമാണ്. നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഏതാനും സമയങ്ങൾക്കകം പൂർത്തീകരിക്കും. നൂറുദ്ദീൻ ഈ വാർത്ത കേൾക്കുന്നുണ്ടാകും. ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. എവിടെയാണോ പറയുന്നത് നൂറുദ്ദീൻ ഇപ്പോ നമ്മുടെ കൺട്രോൾ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആരെങ്കിലും കൂട്ടി അങ്ങോട്ട് ഭക്ഷണ സംവിധാനങ്ങൾ ക്രമീകരിക്കാനും ഒരു 10-15 മിനിറ്റിനുള്ളിൽ സംവിധാനം ഉണ്ടാക്കാം എന്ന് ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകത നമ്മൾ കാണുന്നത് 3 ദിവസത്തെയും രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ പോയത്. ആദ്യത്തെ ദിവസം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുമ്പോൾ മുതൽ നൂറുദ്ദീൻ ഉൾപ്പെടെയുള്ള ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ നൂറുദ്ദീൻ ഉൾപ്പെടെ പറഞ്ഞ ആളുകൾക്ക് ആദ്യത്തെ ദിവസം രാത്രിയോടെ പുറത്തെടുക്കാൻ പറ്റുമോ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞാൽ രക്ഷാ ദൗത്യങ്ങൾ അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാകുമോ. പക്ഷെ നൂറുദ്ദീന് ഹസ്തദാനം നൽകിക്കൊണ്ട് ഞങ്ങൾ അവരെ തന്നെ, ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും കൂടി അദ്ദേഹത്തെ ഉൾപ്പെടെ സ്വീകരിച്ചത്. 7:35 വരെ നീണ്ട ദൗത്യ പ്രവർത്തനത്തിലൂടെ അകത്തുള്ള 486 പേരെയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് ആദ്യ ദിവസത്തെ ഒരു ഹൈലൈറ്റ് ഈ പ്രയാസങ്ങൾക്കിടയിലും. 2ാം ദിവസം നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള മസ്ജിദിലെ 10 പേർ, വനറാണിയിലെ 7 കുടുംബങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പേരെയും നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ ഉച്ചയ്ക്ക് മുമ്പേ എടുക്കാൻ കഴിഞ്ഞു. പിന്നെ മൃതദേഹങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പറയാൻ പ്രയാസമുണ്ടെങ്കിലും റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരോട് പറയട്ടെ, ഭൂമി മുഖത്ത് നമുക്ക് നേരിട്ട് കാണാവുന്ന ഈ പ്രദേശത്തെ ആളുകളെ ഏതാണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സാധ്യമായിട്ടുണ്ട്. ഇനി അടിയിൽപ്പെട്ടു പോയവർ നേരിട്ട് താന്ന് പിന്നെ കെട്ടിടങ്ങൾ പോയവരൊക്കെ ആയിരിക്കും ഇന്ന് നമുക്ക് രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രധാന ശ്രദ്ധ. അക്കാര്യത്തിൽ നേരിട്ട് കെട്ടിടങ്ങൾ താന്നു പോയതിന്റെ മേൽക്കൂരകൾ മാറ്റി അവിടേക്ക് കട്ടിംഗ് മെഷീൻ വേണമെങ്കിൽ അത് ഉപയോഗിച്ച് ആളുകളെ ഇറക്കി തന്നെ കൊണ്ട് റിക്കവർ ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ധാരാളമായി ഇപ്പൊ കണക്കനുസരിച്ച് 15ഓളം അകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഹിറ്റാച്ചുകൾ നമുക്ക് അകത്തേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ രാത്രി 12 മണിയോടെ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കട്ടിംഗ് മെഷീനുകൾ, അതിനാവശ്യമായിട്ടുള്ള സ്ട്രക്ചറുകൾ, ഭക്ഷണ സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഇവരെ കൂടി നമുക്ക് ഇന്ന് അകത്തേക്ക് കടത്തിവിടാനുള്ള പ്രതികരണങ്ങൾ ഇന്നലെ നമ്മൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഉള്ള ഒരു കാര്യം കൂടി വരുന്നത്, ഈ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്താൻ കഴിഞ്ഞ രക്ഷാപ്രവർത്തനം ഇന്നത്തെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ബോഡികൾ ഉൾപ്പെടെ ഉള്ളത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിനനുസരിച്ച് 3 ദിവസത്തിനകം യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് നേതൃത്വപരമായി പങ്കുവഹിക്കുക. രാവിലെ 10 മണിക്ക് മുമ്പായി, ഏതാണ്ട് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ രാവിലെ 10 മണിക്ക് മുമ്പായി 190 ഫീറ്റുള്ള ബെയിലി പാലം പൂർത്തീകരിക്കും. അതോടുകൂടി വാഹനങ്ങൾ ഉൾപ്പെടെ, പ്രധാനപ്പെട്ട വാഹനങ്ങൾ ഉൾപ്പെടെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റും പുറത്തുനിന്ന് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കടത്തിയ ഹിറ്റാച്ചിയും അകത്തുള്ള 3-4
ജീപ്പ് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അകത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൂടി കുറച്ചുകൂടി വേഗതയിലാകും. അതുകൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ ഈ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകും. യന്ത്ര സാമഗ്രികളോട് കൂടിയിട്ടുള്ള തെരച്ചിലായിരിക്കും നടക്കുന്നത്. സൈന്യവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഫോഴ്സും മാത്രമല്ല, പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവരെ കൂടി മുഖവിലക്കെടുത്തും വിശ്വാസത്തിലെടുത്തും കൊണ്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. മിനിസ്റ്റർ, രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അതിലൊന്ന്, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ സ്വഭാവം മനസ്സിലായി. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ ഒരു പ്രേക്ഷകൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞതും ഇപ്പോൾ ധാരാളം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നതും, ഈ ക്യാമ്പിൽപ്പെട്ട മനുഷ്യർക്ക് നമുക്ക് അല്പം കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കുന്നുണ്ട്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാനത് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് സംസാരിച്ചോളാം, എങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷേ ഈ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ ചില മനുഷ്യരുണ്ട്. ഉദാഹരണത്തിന്, ഇന്നലെ ഞങ്ങൾ ലത എന്ന സ്ത്രീയെ രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ലതയുടെ ഭർത്താവ് ശ്രീനിയും മകനും നഷ്ടപ്പെട്ടുപോയി. അതേപോലെ നാസറിൻ്റെ ഭാര്യ റുബീന മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. നാസറും അവരുടെ മകനും മരിച്ചുപോയി, വാപ്പയും മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരിപ്പോഴും ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് എടുക്കുക ശ്രമകരമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ വീടുകളിൽ ഇരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ കൂടി ഒരു കാര്യമൊന്ന് പരിഗണിക്കുമല്ലോ. ഒന്ന്, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യുമല്ലോ. ക്യാമ്പിൽ കൗൺസിലർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം നമുക്ക് ഈ കൗൺസിലർമാരുടെ ലിസ്റ്റ് എടുത്ത് ഇവരുടെ ലിസ്റ്റ് എടുത്ത് അവരിലേക്ക് കൂടി നിയോഗിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് മിനിസ്റ്റർ. ഉറപ്പായിട്ടും നമുക്ക് അതിനുവേണ്ടി നമ്മുടെ ഈ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മറ്റു സംവിധാനങ്ങളെ ഞങ്ങൾ ഒന്നുകൂടി വിളിച്ചുകൂട്ടി അത്തരം കേസുകൾ എടുക്കാന്ന് വെച്ചാൽ അവിടെ അസിസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ വിടാവുന്ന ഒരു സൗകര്യം നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു യഥാർത്ഥത്തിൽ നമ്മൾ പെട്ടിട്ടുള്ള ഒരു വലയം എത്ര ഭീകരമാണെന്ന് പ്രേക്ഷകർക്ക് പോലും വേണ്ടതുപോലെ മനസ്സിലാകില്ല. കാരണം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അപകടമാണ് നമ്മൾ നടന്നത്. മരണസംഖ്യ കേട്ടാൽ നമുക്കറിയാം. ഇതിൽ വലിയ പ്രയാസം നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബോഡികൾ പലതും ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ അംഗഭംഗങ്ങളോടുകൂടി കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ മിനിറ്റിലും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള 2 പേരുകൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സഹായം കൂടി വേണം. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യപ്പെടലാണ്. കാരണം നിരവധി ആളുകൾ, ആയിരക്കണക്കിന് കോളുകളാണ് നമ്മുടെ ഹെൽപ്പ് നമ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരെയും സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അധികം ഞങ്ങൾ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവിടുത്തെ ജനപ്രതിനിധികൾ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു കോൺടാക്ട് പോയിന്റ്, അതായത് ചിലരുടെ വിവരങ്ങൾ തേടിയാണ് വിളിക്കുന്നത്. കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് ഇന്നത്തോടുകൂടി 10-15 പേർക്ക് ഒരുമിച്ച് വിളിച്ചാലും കിട്ടാവുന്ന വിധത്തിലുള്ള കൺട്രോൾ നമ്പർ സംവിധാനങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു പ്രത്യേക ബിങ്ങായി, ഒരു പ്രത്യേക IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ബിങ്ങായി കൺട്രോൾ സംവിധാനങ്ങൾ. ഇപ്പൊ ഇതാണ് അരുൺ പറഞ്ഞതാണ് ഇനിയുള്ള പോയിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോ നമുക്ക് റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ്, അംഗനവാടികളിൽ നിന്ന് ആശാവർക്കർമാരിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ്, ഇതെല്ലാം എടുത്തുകൊണ്ടാണ്. കാരണം ആദ്യം നമ്മൾ വോട്ടർ പട്ടികയാണ് നോക്കിയത്. വോട്ടർ പട്ടിക സാധ്യമല്ല, കാരണം കുട്ടികൾ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുൾപ്പെടെ കിട്ടാവുന്ന വിവരങ്ങൾ വെച്ച് നമ്മുടെ കയ്യില് ആശുപത്രി വന്നവർ, ക്യാമ്പിൽ വന്നവർ, ഒറ്റപ്പെട്ട് ലഭ്യമാകുന്ന കിട്ടിയവർ, മൃതശരീരങ്ങൾ, ഇതെല്ലാം വെച്ച് നമ്മൾ ടിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഞങ്ങളും ഒരു ഹെൽപ്പ്, ഞങ്ങൾ ആദ്യ ദിവസം തന്നെ തുറന്നിരിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറുണ്ട്. ആ നമ്പർ ഇന്നും ഞങ്ങൾ കൊടുക്കും. ഇന്ന് ഞങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആ ഹെൽപ്പ് നമ്പർ, ഞങ്ങളും ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ, ഏതെങ്കിലും അവിടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന, വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾക്ക് കൂടി വേണ്ടി ഒന്ന് അസൈൻ ചെയ്താൽ, മറ്റുള്ള മാധ്യമപ്രവർത്തകർക്കും ആവട്ടെ, ഞങ്ങളുടെ കോളം എടുക്കാനായിട്ട് അങ്ങ് ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഒന്ന് കൊടുത്താൽ ഇന്നത്തോടുകൂടി നമ്മുടെ ഒരു പ്രയാസം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത്ര വലിയ ഏകോപനമായതുകൊണ്ടാണ് അതിൽ ചില പ്രതിസന്ധികൾ നേരിട്ട് വരുന്നത്. ഇന്നത്തോടുകൂടി നമുക്ക് കൺട്രോൾ റൂം നമ്പറുകൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമുക്ക് ക്രമീകരിക്കാം. അതിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ടുള്ള വിവരം കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ഉണ്ടാക്കാം. ഇതിന് 2 പേരും പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നിയമിക്കുന്നതായിരിക്കും. അക്കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ഇന്നത്തെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയാണ് മിനിസ്റ്റർ, മറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അരുൺ. കാരണം നമ്മുടെ രക്ഷാപ്രവർത്തന ദൗത്യം പൂർത്തിയാകാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് നന്ദി പറയാത്തത്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം
റിപ്പോർട്ടറിന്റെ വാഹനങ്ങളും ബന്ധപ്പെട്ട പ്രവർത്തകരും നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളുടെ 42 വാർത്താ സംഘത്തിൽപ്പെട്ടവർ ഇപ്പോഴും ആ സ്ഥലത്ത് തുടരുന്നുണ്ട്. 50 മണിക്കൂറായിട്ട് അവർ തുടരുന്നുണ്ട്. അവർ ഇന്നും അവിടെ തുടരും. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച മിനിസ്റ്റേഴ്സ് നിങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അവരും ഇറങ്ങുകയുള്ളൂ. നിങ്ങൾക്കൊപ്പം അവരുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഒരു തരത്തിലുള്ള വിവാദങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ചർച്ചകൾ പോലും ഞങ്ങൾ ചെയ്യുന്നില്ല. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അവിടെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി ആക്കാം. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും തൃപ്തരാണ് എന്നുള്ള വിവരം കൂടി പല കോണുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ഒരുമിച്ച് ഇതിനേക്കാൾ ഊർജ്ജസ്വലമായി നമുക്ക് പോകേണ്ടതുണ്ട്. മിനിസ്റ്റർ, ഒരു ടീമായി തന്നെ കേരളം ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. സർക്കാരിനോടൊപ്പം പ്രതിപക്ഷവും ഉണ്ട്, തീർച്ചയായും മാധ്യമങ്ങളും ഉണ്ട്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. എനിക്ക് തോന്നുന്നത് ഇന്നിനിപ്പം മിനിസ്റ്റർ അവലോകന യോഗം നടക്കുന്നത് 11:30 കൂടിയായിരിക്കും. അതിനുശേഷം ബ്രീഫിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതൊന്ന്. രണ്ടാമത്തത്, നമ്മളുടെ ഈ സന്നദ്ധ പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നു, ഞങ്ങൾ അവർക്കുള്ള സാധനങ്ങളും സാമഗ്രികളുമായി വരട്ടെ എന്ന്. ഇന്നലെ മിനിസ്റ്റർ CM പറഞ്ഞു, ഞങ്ങളത് അറിയിച്ചു. ഇപ്പോഴും നമുക്ക് തൽക്കാലം അവർ സാധനങ്ങൾ ശേഖരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ അതാത് ജില്ലകളിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരായിരിക്കും പ്രധാനമായിട്ടും നല്ലത്, ഏറ്റവും സൗകര്യമൊരുക്കാൻ. ഇപ്പോ ഇവിടെ വരുന്ന നിങ്ങളുടെ ചാനൽ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം, മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ്. കൂടുതൽ വാഹനങ്ങൾ കൂടി വരുന്നതോടെ ഇവിടെ ആകെ അങ്ങ് ബ്ലോക്ക് ആവുകയാണ്. ഇന്നലെ നമ്മുടെ ഈ ബെയിലിപ്പാലം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ പോലും ഗവർണറുടെ യാത്രാ സംവിധാനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചെറിയ പ്രതിസന്ധിയിലായി. അത് വാഹനങ്ങൾ മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. ആളുകൾ നന്മ കരുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് നല്ലത്, ഇങ്ങനെ വയനാട്ടിലേക്ക് എത്തിപ്പെട്ടവരുണ്ടെങ്കിൽ കളക്ടറേറ്റിൽ കൊടുക്കുക. അതിനൊരു കളക്ഷൻ പോയിന്റ് നമ്മൾ അവിടെ, അതല്ലെങ്കിൽ കോഴിക്കോടോ താമരശ്ശേരി ഭാഗത്തോ എവിടെയെങ്കിലും ഒരു കളക്ഷൻ പോയിന്റ്. ഇപ്പൊ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് എത്തിച്ചാൽ മതി എന്ന് ഞങ്ങൾ കൊടുക്കട്ടെ. ജില്ലാ കേന്ദ്രത്തിൽ ഇപ്പോഴുണ്ട്. താമരശ്ശേരിയിൽ വേണമെങ്കിൽ അതുകൂടി എടുക്കാം. ഭക്ഷണവുമായി വരുന്നവരോടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ തയ്യാറാക്കി അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ ധാരാളമായ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണമായിട്ട് എത്തുന്നുണ്ട്. പക്ഷെ അവരുടെ വാഹനങ്ങൾ കൂടി വന്നാൽ അങ്ങോട്ട് കണക്കാവാത്തതിന് ശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഈ ചൂരൽമലയുടെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മുമ്പ് റവന്യൂ വകുപ്പ് ഒരു കളക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഭക്ഷണം കൃത്യമായിട്ട് ആലോചിക്കും. ഓക്കെ, താങ്ക് യു. 2 വിവരങ്ങളും നമ്മൾ അറിയിക്കാം. കോഴിക്കോട് പരമാവധി ജില്ലാ കേന്ദ്രങ്ങൾ കൊടുക്കുക. താങ്ക് യു മിനിസ്റ്റർ. എന്നാൽ ഞങ്ങൾ ഇടയ്ക്ക് ബന്ധപ്പെട്ടുകൊള്ളാം. നൂറുദ്ദീൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നൂറുദ്ദീൻ, മുണ്ടക്കൈ മേഖലയിലേക്കുള്ള ഫുഡിൻ്റെ സപ്ലൈക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. 15 മിനിറ്റിനുള്ളിൽ തന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണം മിനിസ്റ്ററും സംഘവും മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ വയനാടിൻ്റെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ വരുന്നു എന്നറിയാം. തീർച്ചയായും ഇപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ അത് യാത്രാ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ കുറവുണ്ടെങ്കിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിക്കാം. വലിയ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. 2, നിങ്ങൾ പഴയ സാധനങ്ങൾ ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കഴിയുമെങ്കിൽ പുതിയ വസ്ത്രങ്ങളും പുതിയ സാധനങ്ങളും മാത്രം തന്നെ നിങ്ങൾ കൊടുക്കുക. അത് തന്നെ നിങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുക. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലും ഒപ്പം വയനാട് കളക്ടറേറ്റിലും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗത്തും ഒരു കളക്ഷൻ സെൻ്റർ ഉണ്ടാവും. ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചൂരൽമലയ്ക്ക് 2 കിലോമീറ്റർ അപ്പുറം വെച്ച് ഈ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കാനുള്ളൊരു കളക്ഷൻ പോയിന്റും തുടങ്ങുന്നതാണ് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് നൂറുദ്ദീനെ പറ്റുമെങ്കിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. നൂറുദ്ദീനോട് മിനിസ്റ്റർ പറഞ്ഞ കാര്യം നൂറുദ്ദീൻ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി നൂറുദ്ദീൻ ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താം. ഇപ്പോൾ റിപ്പോർട്ടർ ഇന്നും ഹെൽപ്പ് ഡെസ്ക് നമ്പർ പ്രേക്ഷകർക്ക് നൽകും. ആ നമ്പറിൽ പതിവ് പോലെ പ്രേക്ഷകർക്ക് വിളിച്ചറിയിക്കാം. മിനിസ്റ്റർ കെ രാജൻ ഏർപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സംവിധാനമോ നമുക്കൊപ്പം നമ്മളെ